അങ്ങനെ നമ്മുടെ 5ാമത്തെ ദിവസത്തെ ട്രിപ്പും സ്റ്റാർട്ടായിരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ജോണോ ഗ്രോഡ്സ് എന്നുള്ള സ്ഥലത്തേട്ടാണ്. അത് UK-യുടെ വൺ ഓഫ് ദ എൻഡ് ലാൻഡാണ്. സ്കോട്ട്ലൻഡ് തന്നെയാണ്. ഒരു വില്ലേജാണ് ജോണോ ഗ്രോഡ്സ് എന്ന് പറയുന്നത്. ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസാണ്. ഹൈക്കേഴ്സിനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഇന്ന് എത്ര 4-5 മണിക്കൂറുണ്ടോ? അപ്പോൾ ജോണോ ഗ്രോഡ്സ് 2.5 മണിക്കൂർ ട്രാവൽ അങ്ങോട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പിന്നെ 2.5 മണിക്കൂർ. നിയർലി 5 hour ട്രാവൽ ഇന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും ഒരു വയ്യായികയാണ്, തൊണ്ടവേദനയൊക്കെയാണ്. ഇന്ന് വെതർ കുഴപ്പമില്ല, നല്ല ചൂടൊക്കെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നാളെയും കൂടെ ഉണ്ട്. അപ്പോഴത്തേനും നാളെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നതായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് 10 മണി ആവാറ്. അപ്പോൾ പതി ഇറങ്ങുവാണ്. ഇനി മുമ്പോട്ട് കാഴ്ച കാണാം. നടന്നു പോകും. ആ ടെന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് താഴെ. വേണ്ട, അവിടെ ആൾക്കാരുണ്ട് കണ്ടോ. മീൻ പിടിക്കാൻ എന്തോ പോകുന്നു. മീനല്ലെന്ന് തോന്നുന്നു. 2 ആൾക്കാര് ആ ടെന്റ് കെട്ടിയവരാന്ന് തോന്നുന്നു. അപ്പൊ പോകുന്നുണ്ടോ? പിന്നെ മീൻ്റെ ആന്ന് തോന്നുന്നു. എന്തോ മീൻ പിടിക്കാൻ എന്തോ വലയിട്ടാണോ തോന്നുന്നു. എന്തോ വെള്ളം അതെ. നല്ല ബ്ലൂ കളറില് സെമിട്രി ഉണ്ടോ? കടലിൽ പോവാനാ? കടലിൽ പോകണ്ട. ഇപ്പൊ പിന്നെ ഇവനോട് പിന്നെ മണ്ണിൽ കളിച്ച് ആ ഡ്രസ്സ് മുഴുവനും നനയ്ക്കും. മഞ്ഞിറങ്ങിയേക്കാണ്. ജോണോ ഗ്രോഡ്സിൽ എപ്പോഴും വെതർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും നേരം വെയിൽ, പെട്ടെന്ന് മഞ്ഞായി. നാളെ ജോണോ ഗ്രോഡ്സ് എത്താറായി. 15 മിനിറ്റിനുള്ളിൽ എത്തുന്നതായിരിക്കും. ഫസ്റ്റ് ഞങ്ങളൊരു ക്യാസിലേക്കാണ് വന്നത്. മേ ക്യാസ്. നമ്മളങ്ങനെ മേ ക്യാസിൽ ആൻഡ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ഭയങ്കര രസമായിരുന്നു. മരങ്ങൾ വെച്ചിട്ട് നല്ലൊരു കവാടം. കാണുന്നില്ല, മഞ്ഞിറങ്ങിയിട്ട് ഞാൻ കാണുന്നില്ല. പ്രൈവറ്റ്, നോ എൻട്രി. ഗാർഡൻ അല്ലേ, അതുകൊണ്ട്. ഇതാണ് മേ ക്യാസിൽ. ഇവിടെ കാർ പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ
ജോണോ ഗ്രോഡ്സിലെത്തി. നല്ല മഞ്ഞിറങ്ങിയിട്ട് ആ ഒരു തണുപ്പ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടെ കോഫി ഷോപ്പ്, ടോയ്ലറ്റ്, ഗിഫ്റ്റ് ഷോപ്പ് എല്ലാം തന്നെ ഉണ്ട്. ദൂരം ഉണ്ടെന്ന് അറിയാം എനിക്ക്. ന്യൂയോർക്ക് വരെ പോകണം. ഇവിടെ ഒരു വണ്ടി ഇറക്കില്ല, നമ്മളൊന്ന് പാർക്ക് ചെയ്യുന്നു. ഇത് ചെയ്തില്ല, നമ്മൾ ബില്ലടിച്ചില്ല. അങ്ങനെ ജോണോ ഗ്രോഡ്സിൽ ഫുൾ കടലാണ് വൺ സൈഡ്. നല്ല ബിസിയുണ്ട്. UK വൺ ഓഫ് ദ ലാസ്റ്റ് എൻഡിലാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത്. ജോണോ ഗ്രോഡ്സ്, ന്യൂയോർക്ക്, 3230 മീറ്റർ. ലാൻഡ് എൻഡ് 874 മീറ്റർ. ഇവിടുന്ന് എഡിൻബറ 270. കാരിങ്ടന്റെ ബ്രെഡ് എടുക്കാൻ പോകും. സാൻഡ്വിച്ച് ആണോ? കാരിങ്ടന്റെ സാൻഡ്വിച്ച് നല്ലതാണോ? എമ്മിയാണോ? ഡൺകാൻസ്ബി എന്ന് പറയുന്ന വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്ന. ജോണോ ഗ്രോഡ്സ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കാണിക്കുന്നത്. സീഗിൾസ് എല്ലാം വന്നിരിക്കുന്നുണ്ട്. ആ സീകൾ അടിപൊളി വ്യൂ. ഞാൻ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. സീകളുടെ സൗണ്ട് ജാക്കറ്റ് ഒന്നും വേണ്ട. ജാക്കറ്റ് വേണ്ട, തണുക്കുന്നില്ല.